കയ്യൊപ്പ്. സ്നേഹവും കരുതലും നൽകുന്നതോടൊപ്പം മികച്ച ശിക്ഷണത്തിലൂടെ ധാരാളം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത മികച്ച അധ്യാപിക. തൻ്റെ ഓരോ വിദ്യാർത്ഥിക്കും എന്നും പ്രിയപ്പെട്ട അവരുടെ ബീന ടീച്ചർ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരാൾക്കും അവരുടെ വിഷമങ്ങളും പരാതികളും ഒക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി. കോഴിക്കോട് കണ്ട മികച്ച മേയർമാരിൽ ഒരാൾ. അതെ, കോഴിക്കോട്ടെ മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. തൻ്റെ ബാല്യ യൗവന കാലത്തെ, ഔദ്യോഗിക കാലത്തെ, രാഷ്ട്രീയ കാലത്തെ ഒക്കെ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത്. അവരോടൊപ്പം സിത്താര. കോഴിക്കോട് നടക്കാവ് GVHSSലെ പ്രധാന അധ്യാപികയായി വിരമിച്ചതിനു ശേഷം 2020 ഡിസംബർ മുതൽ 2025 ഡിസംബർ വരെ ഈ കാലയളവിൽ കോഴിക്കോട്ടെ 27ാമത്തെ മേയർ പദവി ഏറ്റെടുത്ത ആളാണ് ഡോക്ടർ ബീന ഫിലിപ്പ്. ഈ മേയർ സ്ഥാനത്തേക്ക് വന്നത് എന്നുള്ളത് തികച്ചൊരു അംഗീകാരമായിട്ടാണ് കരുതുന്നത്. കാരണം അതുവരെയുള്ള പ്രവർത്തനങ്ങൾ അപ്രകാരമായിരുന്നു. അതൊരു ടീച്ചർ എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ, പിന്നെ ടീച്ചർ പരിശീലക എന്ന നിലയിലൊക്കെ ഈ മേയർ സ്ഥാനത്ത് ഇരുന്നപ്പോഴുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മുൻപേ ഉള്ള കാലങ്ങൾ, അതുപോലെ കുട്ടിക്കാലം, CPM പ്രവർത്തകനായിരുന്ന MJ ഫിലിപ്പിൻ്റെ മകളായിട്ടാണ്, തൃശ്ശൂരാണല്ലോ ജനിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ആ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ആദ്യം ഓർത്തെടുക്കാം. ഞാൻ തൃശ്ശൂരാണെന്ന് പറയുന്നത് എൻ്റെ SSLC ബുക്കിലും അതുപോലെ എൻ്റെ പാസ്പോർട്ടിലൊക്കെ ജനനസ്ഥലം വെള്ളിക്കുളങ്ങരയാണ്. അച്ഛൻ്റെ താമസിച്ചു എന്നുള്ള ഞങ്ങളുടെ വീടുള്ളതുകൊണ്ട്. പക്ഷേ എൻ്റെ ബാല്യത്തിൽ കൂടുതൽ സമയവും ഞാൻ ചെലവഴിച്ചത് 10 വയസ്സായപ്പോഴാണ് മലപ്പുറം ജില്ല ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു 10 വയസ്സ് വരെ പാലക്കാട് ജില്ലയിലും, അതിനുശേഷം പുതിയ മലപ്പുറം ജില്ല ഉണ്ടായപ്പോൾ മലപ്പുറം ജില്ലയിലുമാണ് 13 വയസ്സ് വരെ, അതായത് UP സ്കൂൾ വിദ്യാഭ്യാസം വരെ അവിടെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാനൊരു മലബാറുകാരിയായിട്ട് അവിടെ ജനിച്ചു. അവിടെ 13 വയസ്സ് വരെ പഠിച്ചു. അതിനുശേഷം 3 കൊല്ലം ഞാൻ എൻ്റെ അച്ഛൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങരയിലെ പ്രസൻറ്റേഷൻ ഹൈസ്കൂൾ പഠിച്ചു. അവിടെ നിന്ന് പാസ്സായപ്പോൾ എനിക്ക് കോഴിക്കോട്ടേക്ക്, കാരണം അവിടെ നിന്ന് ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കാനുള്ള സാമ്പത്തികം അന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബസ്സിൽ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബസ്സേ ഉള്ളൂ. ഇരിങ്ങാലക്കുട കോളേജുകാരെന്നെ ക്ഷണിച്ചിരുന്നു അവിടെ ജോയിൻ ചെയ്യാൻ. ഞങ്ങൾ പഠിച്ച കോൺവെൻറ്റിൻ്റെ അതേ കോൺഗ്രിഗേഷനാണ് ഇരിങ്ങാലക്കുട കോളേജ്, സെൻറ്റ് ജോസഫ്സ്. പക്ഷേ അന്നേരം ഇവിടെ പിന്നെ അച്ഛൻ്റെ അനുജൻ, അച്ഛൻ്റെ പെങ്ങൾ, അമ്മയുടെ അനിയത്തി, അങ്ങനെ കുറേ പേര് ഉദ്യോഗസ്ഥരായി കോഴിക്കോട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്നായി അച്ഛൻ്റെ അനുജൻ. അദ്ദേഹത്തിന് പെൺകുട്ടികളില്ല. അങ്ങനെ ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. 15 വയസ്സിൽ കോഴിക്കോട് വന്നതാണ്. പിന്നീട് ഇപ്പോൾ ഇന്ന് വരെ കോഴിക്കോടുകാരിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കണ്ട് വളർന്നതാണല്ലോ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു രാഷ്ട്രീയ ചുറ്റുപാടിൽ വളർന്നതാണ്? അമ്മയുടെ ആൾക്കാർ മൂത്ത കോൺഗ്രസ്സുകാരാണ്, അമ്മയുടെ അപ്പൻ തുടങ്ങിയുള്ള ആൾക്കാർ. അച്ഛൻ്റെ കുടുംബം കോൺഗ്രസ് തുടങ്ങി സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സിലേക്ക് വന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയ കുടുംബമാണ്. അപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിൽ ഇടതും വലതും, അച്ഛൻ്റെ കുടുംബത്തിൽ 7 സഹോദരങ്ങളും ഒരു സഹോദരിയാണ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ കൂടുമ്പം വളരെ ഗൗരവമായ ചർച്ചയും വാഗ്വാദങ്ങളും ദേഷ്യപ്പെടലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് CPIയും CPMും കുടുംബത്തിലുള്ളത് കൊണ്ട്, കോൺഗ്രസ് അമ്മയുടെ ഭാഗത്ത്, പക്ഷേ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു വളർച്ച എല്ലാ തരത്തിലുള്ള ഇതോടുകൂടി. അപ്പോൾ ഗാന്ധി സ്വാധീനിച്ചത് കോൺഗ്രസ് പാർട്ടിക്കാരനായി മുത്തശ്ശൻ എന്നതുകൊണ്ടല്ല, അതിലപ്പുറത്തേക്ക് ഗാന്ധിയുടെ ഒരു സ്വാധീനം ഇല്ലാതെ ഒരു കുട്ടിക്കും വളരാൻ കഴിയില്ലല്ലോ കേരളത്തിൽ. ഇന്ത്യ മൊത്തം അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഈ 13 വയസ്സ് വരെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, വെള്ളിയഞ്ചേരി AUP സ്കൂളിലാണ് പഠിച്ചത്. മുസ്ലിം മാനേജ്മെൻ്റ് ആയിരുന്നു. ആ സ്കൂളിലെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകവും ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു വായനാശീലത്തിലേക്ക് വന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ കഥയും വായിച്ചിട്ടുണ്ട്, ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുക. ഭാഷയിലും അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലും ഒക്കെ എനിക്ക് അനുകമ്പയും സ്നേഹവും ദയവും ഒക്കെ എല്ലാവരോടും തോന്നിയത് ആ വായനകളിലൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് അവിടെ വളരാൻ കഴിഞ്ഞിട്ടുണ്ടായത്. അവിടെ ഞാൻ അമ്മാവൻ്റെ 4 അമ്മാവന്മാരുണ്ട്. അന്ന് 3 അമ്മാവന്മാർക്കേ അവിടെ വീടുള്ളൂ. ഏറ്റവും ഇളയ അമ്മാവൻ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി. അദ്ദേഹം ബിലായിൽ ജോലിക്ക് പോയിട്ട് അവസാനം നക്സലായി. അങ്ങനെ കുറേ കാലം ഒളിവിലൊക്കെ ഉണ്ടായിരുന്നു. ഒടുക്കം മൊറാർജി ദേശായി വന്നപ്പോഴാണ് അദ്ദേഹത്തെ മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള 3 അമ്മാവന്മാർക്കും അപ്പൻ്റെ പഴയ കൃഷിക്കാരല്ലേ, അപ്പോൾ അവർക്ക് പല സ്ഥലത്തായിട്ട് സ്ഥലം ഉണ്ടാവുമല്ലോ. പല പല സ്ഥലത്തായിട്ട് അവരിങ്ങനെ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2-4 ഫർലോങ്ങൊക്കെ ദൂരത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ധു വീടുകളൊക്കെ ഉണ്ടെങ്കിലും തറവാടും ഉണ്ട്.
അപ്പോൾ തറവാടിലെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒരു വളരെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് വളർന്ന ഒരു കുട്ടി കൂടിയാണ് ഞാൻ. അത്യാവശ്യം പാടുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു, ഒക്കെ നാടൻ ടൈപ്പാട്ടോ, അല്ലാതെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ കല്ല് എത്തുന്ന പെരുന്നാളിനാണ് നമ്മളവിടെ പറയുക. രാമൻ എന്നോട് പറയും, ബീനക്കൊച്ചേ രാമൻ തളർന്നൂലോ, ഒരു ഡാൻസ് കളിക്കുമെന്ന്. ഞാൻ ആ നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കത പറയാണ്. ഉടനെ പുസ്തകം അവിടെ വെച്ച് രാമന് വേണ്ടി ഒരു ഡാൻസ് കളിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഏറ്റവും സന്തോഷവും എൻ്റെ സമ്പത്തും ശരിക്കും എനിക്ക് കിട്ടിയ വീട്ടുകാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, സ്കൂള്, പ്രത്യേകിച്ച് നാട്ടുകാർ, അവരിൽ നിന്നെല്ലാം കിട്ടിയ കുറേ സ്നേഹവാത്സല്യമുണ്ട്. എന്നെ എൻ്റെ പേഴ്സണാലിറ്റി രൂപവൽക്കരിച്ചതിൽ, എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നതിൽ, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത്, എത്ര തന്നെ വഴക്ക് കൂടിയാലും സ്നേഹം മാത്രം ബാക്കിയാക്കുന്നൊരു വ്യക്തിത്വമായി മാറിയത്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം സ്വാധീനമാണ് നമ്മുടെ ചെറുപ്പകാലം നമ്മളിൽ ചെലുത്തുന്നതെന്നൊരു നേർസാക്ഷ്യം കൂടിയാണ് എൻ്റെ ജീവിതവും ഞാനും. ഇപ്പോൾ പറഞ്ഞു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു സിനിമയിൽ നിന്നൊക്കെ ഒരു ഓഫർ വന്നിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ വന്നല്ലോ, ഫസ്റ്റ് പ്രീ ഡിഗ്രി ക്രിസ്ത്യൻ കോളേജിൽ. അപ്പോൾ അന്നിങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ് എന്നെ വിളിക്കുന്നത് എൻ്റെ ചെറിയച്ഛനും കൂടെ പരിചയമുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പ് സാറുണ്ട്, അന്ന് രാമേന്ദ്ര സാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നാടകം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് വിളിപ്പിക്കുക ചെയ്തത്. ക്ലാസ്സിൽ നിന്ന് വിളിപ്പിച്ച് പറഞ്ഞു ഈ നാടകത്തിൽ അഭിനയിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അഭിനയിക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ ഗോപാലകൃഷ്ണക്കുറുപ്പ് മാഷ് ചിരിച്ചു. അപ്പോൾ മാഷ് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറിയച്ഛനെയൊക്കെ അറിയുന്നതുകൊണ്ടും ആ ഭാഗത്ത് താമസിച്ചുകൊണ്ടും. അപ്പോൾ ചിരിച്ചു. അങ്ങനെ എന്നെ ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചു ക്രിസ്ത്യൻ കോളേജിൽ. അപ്പോൾ ആ നാടകത്തിനകത്ത് വലിയ പ്രശസ്തമായി. ആ നാടകം പിന്നെ നമുക്ക് മത്സരത്തിന് കൊണ്ടുപോയി. അങ്ങനെ അതിന് യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ഡ്രാമയുടെ അവാർഡ് കിട്ടി, എനിക്ക് ബെസ്റ്റ് ആക്ട്രസിൻ്റെ കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സിനിമയിലേക്ക്. അന്ന് അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിലും കോളേജിൻ്റെ അതിനകത്ത് ആൾക്കാർ വന്നിരിക്കുമല്ലോ. അപ്പോൾ യൂസഫ് അലി കേച്ചേരി ഞാനിങ്ങനെ എൻ്റെ ബന്ധമൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, പുതിയ സിനിമ, നസീറിനെ നായികയായിട്ട് പൊക്കമുള്ളൊരു കുട്ടിയെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറിയച്ഛനന്ന് ഈ സിനിമാ രംഗത്തൊക്കെ ഉണ്ട്. അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്തായിരുന്നു അദ്ദേഹം, ഡേവിഡ്, അദ്ദേഹം മരിച്ചുപോയി. ഡയമണ്ടിൻ്റെ മാനേജറായിരുന്നു ശരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കുറേ പേരെ അറിയാം. നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു അദ്ദേഹത്തെ. ശരിക്കും എല്ലാവർക്കും ഉപകാരം ചെയ്തൊരു മനുഷ്യനായിരുന്നു ഡേവിഡ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു എല്ലാവരും കൂടിയിട്ട്, ഡേവിയുടെ ഭാര്യയുടെ ചേട്ടിയുടെ മോളാണല്ലോ, അപ്പോൾ ഒന്നിങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെ ഇച്ചാച്ചൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. അതിനിപ്പോൾ ആരോടെങ്കിലും ഞാൻ അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടോ. ശരിക്കും ഇന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ എന്തൊരു ജീവിയാണ് ശരിക്കും. അല്ല, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉടനെ നോ എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒന്നുമില്ല. കാരണം അന്നത്തെ ഒരു ധാരണ. എൻ്റെ അച്ഛൻ, ഞാൻ കോഴിക്കോട്ടേക്ക് പഠിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പണമൊക്കെ കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എനിക്കൊരു അഭിമാനം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മോൾ എനിക്ക് ഒരു അപമാനം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തി നീ പോകരുത്. അപ്പോൾ ഞാൻ അത്ര അഭിമാനിയായിരുന്നു. ഞാൻ മാന്താനത്ത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകളാണ്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു തരത്തിലും ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു ഇതോ ഉണ്ടാവരുത് എന്നൊരു ധാരണ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നത് അന്നത്തെ ആൾക്കാരെ മോശമായിട്ട് കണക്കാക്കിയിരുന്നു. അതാണ്. ഇപ്പം നമുക്ക് മീ ടു #, ഒക്കെ വന്നില്ലേ. അപ്പോഴത്തെ കഥകളെല്ലാം അന്നത്തെ നിന്ന് വളരെ വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. ഓരോ മേഖലകൾ ഓരോ തരത്തിലാണ്. അതാണ്. അത് ലോകത്തിലെ എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം ഇവിടെ മാത്രമൊന്നുമല്ല. ഞാൻ കുറ്റം പറയുകയോ ന്യായീകരിക്കുകയോ അല്ല. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അന്ന് നോന്ന് പറഞ്ഞത്. പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് റിഗ്രറ്റ് തോന്നിയിരുന്നു. ഞാൻ ഈ മേയറായ ശേഷം നസീർ അനുസ്മരണത്തിന് എന്നെ വിളിച്ചു. കൊറോണ കാലമല്ലേ, ഒരു 30 ആളേ ഉള്ളൂ നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഹാളിൽ. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറോ ആരും ഇല്ലാത്തൊരു നിശബ്ദമായ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അവിടെ വെച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോഴിങ്ങനെ ആലോചിക്കുക, നസീറിനെ പറ്റി ഇവരെന്തൊക്കെയാ പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ഇരുന്നിങ്ങനെ സങ്കടപ്പെടുകയാണ്, അന്ന് എന്നെ വിളിച്ചപ്പോൾ പോവായിരുന്നു എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ നന്നായില്ല. വനദേവത, അതൊരു ഹിന്ദി സിനിമയുടെ പിന്നെ ഡബിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഡബിങ് അല്ല, അതിൻ്റെ ഒരു കഥയായിരുന്നു. റേച്ചൽ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരെ പിന്നോട്ട് കണ്ടിട്ടില്ല. എനിക്ക് അപ്പോഴും ആ പോസ്റ്ററൊക്കെ ഓർമ്മയുണ്ട്. അത് ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്തൊരു തരം കുട്ടിയായിരുന്നു എന്ന് ആലോചിക്കാറുണ്ട്. എനിക്ക് പിന്നെ ഓഫർ വന്നിരുന്നു. NN പിള്ളയുടെ പിന്നെ ഗറില്ല എന്നൊരു നാടകമുണ്ട്. അത് ഞാൻ B.Ed പഠിക്കുമ്പോൾ മൈസൂർ വെച്ചിട്ട് അവിടെ അതിനകത്ത് അഭിനയിക്കാനായിട്ട് നമ്മൾ മലയാളികളുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് മാറിയത്. മലയാളികൾ മത്സരിക്കാൻ പോയില്ല നാടകത്തിൽ. ബാക്കി 4 സംസ്ഥാനങ്ങളുടേതാണല്ലോ ആ കോളേജ്. അപ്പോൾ അവിടെ 3 സംസ്ഥാനവും മത്സരിച്ചു, മലയാളം ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് യക്ഷഗാനത്തിൻ്റെ ഒക്കെ വക്താവായിട്ട് മൈസൂർ അറിയപ്പെടുന്ന മലയാളിയായിരുന്നു വർമ്മ സാറ്, ഡോക്ടർ വർമ്മ. അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് നമ്മളെയൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞു.
എന്താ നിങ്ങൾക്ക്, എനിക്ക് നാണക്കേടായി പോയി കേരളത്തിൽ നിന്നൊരു നാടകം ഇല്ലാത്തതിന്, അതുകൊണ്ട് കോളേജ് ഡേ വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളൊരു നാടകം അവതരിപ്പിക്കണം, നല്ലൊരു നാടകമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാനും ബാലഗോപാലൻ ഡയറക്ടറും ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറും നമ്മൾ NN പിള്ളയുടെ ഗറിലയാണ് എടുത്തത്. എത്ര ചെയ്തിട്ടും ഈ നമ്മുടെ മാവൂര് പഠിച്ച ഒരു കുട്ടിയാണ് അതിനകത്ത്, അക്കാമ്മ എന്നൊരു ക്യാരക്ടറുണ്ട്. അവരാണ് അതിലെ ഹീറോയിനേ ഉള്ളൂ, ഹീറോ ഇല്ല ശരിക്കും. അപ്പോൾ അവരാണ് അതിൽ പ്രധാനപ്പെട്ട. എത്ര പറഞ്ഞു കൊടുത്തിട്ടും അഭിനയിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക്. ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ എന്നോട് അവിടെ നിന്നോട് ചോദിക്കൂ, ബീനയ്ക്ക് എന്താ അഭിനയിച്ചാൽ? ഞാൻ പറഞ്ഞു ഞാനിനി അഭിനയ രംഗത്തേക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചിരിക്കുക. കാരണം എവിടെ പോയാലും അഭിനയം, ഫ്ലോറൻസ് പോയിട്ടും അഭിനയം, അവിടെ ഹിസ്റ്റോണിക്സിനൊക്കെ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതൊക്കെ നിർത്താണ്, കുറച്ചുകൂടി ഗൗരവത്തിലേക്കുള്ള വായനയിലേക്ക് ഇതിലേക്കൊക്കെ വരികയെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം അക്കാമയായിട്ട് അഭിനയിച്ചു. അത് വലിയൊരു ഗോളുകളൊക്കെ ഉണ്ടാക്കി കോളേജിലൊക്കെ. ഗിറ്റാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുന്ന ആളോട് ഇവർ ചോദിച്ചു മലയാളത്തിൽ ട്രാൻസ്ലേറ്റ്. അയാൾ പറഞ്ഞില്ല, എനിക്ക് ഇവരെ മുഖത്തേക്ക് നോക്കിയാൽ ബാക്കി ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ നാടകം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ആ നാടകത്തിൽ തലേന്ന് രാത്രി വർമ്മ സാർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ നാടകത്തിലെ പോലെ അല്ല ഇത് അവസാനിക്കേണ്ടത്, ഇത് വേറൊരു രീതിയിൽ അവസാനിക്കണമെന്ന്. കാരണം അമ്മയുടെ അടുത്തേക്ക് 18 വർഷത്തിന് ശേഷം ദേഹം മുഴുവനും വ്രണമൊക്കെയായി കാല് വയ്യാതെ മകൻ വരികയാണ്. അവൻ വലിയ ടെററിസ്റ്റാണ്, അന്ന് വിപ്ലവകാരി എന്ന് പറയും. അങ്ങനെ അവൻ തിരിച്ചു വരികയാണ്. അതാണ് ഗറില്ല വാർഫെയർ, ഗറില്ല എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ തോന്നും മോനാന്ന്. പക്ഷേ മോനല്ല, ഒളിച്ചു താമസിക്കുക, പോലീസിൽ ഒളിച്ചു താമസിക്കാൻ വേണ്ടി വന്നതാണ് ഈ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ അവരിടയ്ക്ക് വർത്താനമൊക്കെ പറയും. ഇവർക്ക് ഭയങ്കര സങ്കടം വരും മോനെ ആലോചിച്ചിട്ട്. എൻ്റെ മോൻ പോയിട്ട് 18 കൊല്ലമായി, അതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ ആ സ്ഥാനത്ത് കാണുമെന്നൊക്കെ ഇവരിങ്ങനെ പറയും. അങ്ങനെ ഒടുക്കം പോലീസ് വരും, അറസ്റ്റ് ചെയ്യും, അങ്ങനെ ജയിലിൽ കൊണ്ടുപോകും, ഒടുക്കം ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അപ്പോൾ അവസാനം അവൻ പറയും എനിക്ക് ഇവരെ ഒന്ന് കാണണം, അക്കാമ്മ ചേച്ചിയെ കാണണം എന്ന് പറയും. അക്കാമ്മ ചേച്ചിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലുകയാണ്, എൻ്റെ മകൻ്റെ പ്രായമാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ആ ജയിൽ രംഗത്തിൽ ഇവർ കെട്ടിപ്പിടിച്ചിട്ട് പോരുകയാണ്, മനസ്സിലായിട്ട് പോരുകയാണ്. സാറത് മാറ്റിച്ചു. സാറ് പറഞ്ഞു തനിക്കറിയാം മകനാണെന്ന്, തനിക്കത് മനസ്സിലായി, അയാൾക്കറിയാമല്ലോ അമ്മയാന്ന്, പക്ഷേ അറിഞ്ഞിട്ടും താനത് പറയാതെ പോരുകയാണ്. അവിടുന്ന് കെട്ടിപ്പിടിച്ച് ഒന്നും കരയാതെ, കെട്ടിപ്പിടിച്ചാൽ അത് പറയുന്നൊന്നുമില്ല, പക്ഷെ അവർക്ക് മകനാന്ന് മനസ്സിലായി. ആ രീതിയിൽ പറയാതെ പറയണമെന്ന്. സാർ ഒന്നും പറയാതെ എനിക്ക് പറ്റുമോ? സാറ് പറഞ്ഞു പറ്റും, തനിക്കതിന് പറ്റുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. എങ്ങനെയാണ് മോനേന്ന് വിളിക്കുക, അമ്മച്ചീന്ന് വിളിച്ച് കെട്ടിപ്പിരിയുന്ന NN പിള്ളയുടെ ആ നാടകാന്ത്യം വേറൊരു രീതിയിൽ മനസ്സിലാക്കി എന്നുള്ളത് അറിയാത്ത രീതിയിൽ മുഖം കൊണ്ട് മാത്രം തനിക്കത് മനസ്സിലായി തിരിച്ചു പോരണമെന്ന് പറഞ്ഞതെന്ന്. എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മുഖത്ത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊരു പരിശീലനവും ട്രെയിനിങ്ങും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ നാച്ചുറൽ എബിലിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും ഒരു പക്ഷേ കലയൊക്കെ കുറേ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനത് അഭിനയിച്ച് ഫലിപ്പിച്ചു. നാടകം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആണും പെണ്ണും ഒക്കെ അവരങ്ങനെയാണല്ലോ, മൈസൂരൊക്കെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവരെ എങ്ങനെ ആഘോഷിച്ചു. ആ ഗിറ്റാറിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, മാഡം നിങ്ങൾക്കത് മനസ്സിലായി അല്ലേ അവസാനം? കാരണം ഗിറ്റാറിസ്റ്റ് തലേദിവസം രാത്രി ഇല്ല, അയാൾ പകൽ വന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് പോയി. രാത്രിയാണല്ലോ വർമ്മ സാർ എന്ന് പറയുന്നത്, നമ്മൾ നാളെ ട്വിസ്റ്റ് മാറ്റുകയാണെന്ന് പറഞ്ഞില്ലേ. അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു നാഷണലായിട്ട് ഒരു അവാർഡ് കിട്ടിയ ഫിലിമുണ്ട്, കന്നഡ മൂവി. അത് നമ്മുടെ സെൻട്രൽ സ്കൂൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് കേട്ടോ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം അവിടെ അദ്ദേഹം എന്നെ ആളയച്ചു. എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ട്, ആ കുട്ടിയോട് എന്നോട് വരാൻ പറയണമെന്ന്. ഞാൻ മൈൻഡ് ചെയ്തതുപോലെ പോയില്ല, എനിക്ക് താല്പര്യം ഇതിനെ പോകുന്നു. അപ്പോൾ അവസാനം അയാൾ എന്നെ വന്ന് കണ്ടു. ഞാൻ വിളിച്ചിട്ട് എന്താ പറയാ, ഞാൻ എനിക്ക് സിനിമയിൽ താല്പര്യമില്ല, ഞാൻ ചെറുതാകുമ്പോൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി അല്ലല്ല, അതായത് മലയാളത്തിലേക്ക് മാറ്റാണ്, റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു അത് മലയാളത്തിലേക്ക് ചെയ്യണമെന്ന് എനിക്കുണ്ട്, മലയാളത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് നല്ലൊരു സിനിമയായിരിക്കും, ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇത് തന്നെ മലയാളികളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ചതാണ്, എനിക്ക് താല്പര്യമില്ല സിനിമയിൽ അഭിനയിക്കാൻ. അതിൽ എന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കുട്ടിയെ കാണുന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ആ സിനിമാ ജീവിതം അവിടെ അവസാനിച്ചു. അതിനുശേഷവും വന്നു, പിന്നെയും വന്നു. അത് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. 36-37 വയസ്സൊക്കെ ഉണ്ടാവും, 40 പിരിയാത്ത വഴികൾ എന്നോ മറ്റോ പറഞ്ഞു, എന്നെ മറന്നുപോയി. ഒരു സീരിയൽ, ഞങ്ങൾ ഇംഗ്ലീഷുകാരുടെ ഒരു കാളിദാസ് സാറുണ്ട് പാലക്കാട്, ഞങ്ങളൊക്കെ ELTയിലെ ആൾക്കാർ, ട്രീസ ടീച്ചർ, അവരുടെ മകൾ, അങ്ങനെ പരിചയമുള്ള കുറേ ആൾക്കാർ, അവരുടെ ഒരു മക്കളും കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഒരു സീരിയൽ പോലെ. അത് അവസാനം നന്നായില്ല, പക്ഷേ ആക്ടിങ് വളരെ നന്നായിരുന്നു എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ പോയത് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിയിൽ സത്യജിത്രയുടെ മൂവി പത്തേർ പാഞ്ചാലിയുടെ തിരക്കഥയായിരുന്നു. ഇയാൾ സത്യജിത്ര എഴുതിയ തിരക്കഥയാണ് പഠിപ്പിക്കേണ്ടായിരുന്നത്. അപ്പോൾ ആ തിരക്കഥയിൽ എങ്ങനെയാണ് ആ ക്യാമറ മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
എനിക്ക് അതിനൊരു അനുഭവം വേണമായിരുന്നു. ഓ, അതിനുവേണ്ടി മാത്രം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് പോയത്. അവരും ചോദിച്ചു, അനുഭവിച്ചറിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. തീർച്ചയായിട്ടും അത് വേണമല്ലോ. നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും, എത്ര വിഷമമായിരിക്കും അതെന്ന്. അപ്പോൾ എൻ്റെ PhD ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും അതിൻ്റെ വർക്കും ഒക്കെ അതിനിടയിൽ കൂടെ നടക്കും. ഞാൻ വളരെ ഒരു വീട്ടിലെ പണിക്കാരിയായിട്ടാണ്. എനിക്കൊരു വിഷമം തോന്നിയില്ല. എന്തിനപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. എൻ്റെ പേർപ്പസ് എൻ്റെ ചന്തം കാണിക്കാനോ മോഹം കാണിക്കാനോ അല്ലോ ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തൊരു അനുഭവം ഉണ്ട്. അവർ കുറേ പറഞ്ഞു, നമ്മൾ പറയട്ടെ ഏതെങ്കിലും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല. അപ്പം അധ്യാപിക ആയതിനു ശേഷമാണോ മറ്റേ റിസർച്ചിന് പോയത്? PhD? അതെ. MA എടുത്തതും അധ്യാപിക ആയ ശേഷമാണ്. ഓ. അപ്പോൾ അന്ന് ഏത് സ്കൂളായിരുന്നു, എവിടെയായിരുന്നു? ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ. അന്നൊക്കെ നമ്മൾ ടീച്ചറായിരുന്നു, പ്രിൻസിപ്പൾ അല്ലല്ലോ. പ്രിൻസിപ്പൾ ആയത് പിന്നെ ഞാൻ ആദ്യം ആഴ്ചവട്ടത്ത് ഒരു 6.5 കൊല്ലത്തോളം പ്രിൻസിപ്പളായി. അതിനുശേഷം നടക്കാവിൽ വന്നു. അവിടെ ഒരു 3 കൊല്ലത്തോളം അവിടെയും പ്രിൻസിപ്പളായി. അധ്യാപികയായിട്ട് എങ്ങനെയായിരുന്നു? വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറയും. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കൊണ്ട് തന്നിട്ട് സിസ്റ്റർ പറയും, ഈ കണക്കൊക്കെ വേഗം ബോർഡുമേൽ എഴുതിയിട്ട് എല്ലാവരെയും പഠിപ്പിച്ചോളാൻ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഈ കണക്കെല്ലാം ബോർഡുമേൽ എഴുതി ഇങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ സിസ്റ്റർ പുറത്തുനിന്ന് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, താൻ ഒരു ലെക്ചറർ ആവണം. എന്താ തൻ്റെ ഒരു ശബ്ദം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ക്ലാസ്സിനെക്കുറിച്ചും പഠിപ്പിക്കാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്താണ് വന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അധ്യാപിക ആവാന്നൊരു മോഹം എനിക്ക് സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ആവണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഞാൻ ഡോക്ടറാവും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച് പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും എനിക്ക് കഴിയാത്ത സാഹചര്യമായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സ്നേഹത്തോടെയുള്ള എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞ് എൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഹൈസ്കൂളും പഠിച്ചത്, അച്ഛൻ്റെ അമ്മയോടൊപ്പം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ ആരും അല്ലാത്തൊരവസ്ഥ. എൻ്റെ അച്ഛൻ അപ്പോഴേക്കും തളർവാദം വന്നു. വീട്ടിൽ സാമ്പത്തികം വളരെ മോശമായി. അപ്പോൾ ഇവിടെ ഞാനൊരു അധികപ്പറ്റാണെന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ചെറിയ വിഷമങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ അതിനകത്ത് ഞാൻ വളർന്നപ്പോൾ പിന്നെ എനിക്ക് നാട്ടിൻപുറത്തുനിന്ന് ഒരു സ്കൂൾ ലീഡറായി, 8ാം ക്ലാസ്സിൽ ഡെപ്യൂട്ടി ലീഡറായി, 9th-ലും 10th-ലും സ്കൂൾ ലീഡറാവുന്നതൊക്കെ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യം ഒരു കുട്ടി 9ലൊക്കെ വയ്ക്കുമ്പോഴേ തന്നെ ലീഡറാണ്. അങ്ങനെയൊക്കെ ലീഡറും എല്ലാ ശ്രദ്ധാകേന്ദ്രമായി സിസ്റ്റേഴ്സൊക്കെ എന്നെ അവരുടെ പള്ളികളിലും ബിഷപ്പിൻ്റെ പരിപാടിക്കും ഒക്കെ കൊണ്ടുപോകും, പ്രസംഗിക്കാനും പാടാനും ഓരോ കാര്യത്തിനൊക്കെ വേണ്ടി. അങ്ങനെ അവിടെ ഒരു പെറ്റായി കഴിഞ്ഞ് എനിക്കിവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ വലിച്ചെറിഞ്ഞ പോലെ, നമ്മൾ പറയില്ലേ അമ്മയുടെ പാല് കുടിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ദൂരേക്ക് തെറിച്ചു പോയാൽ എങ്ങനെയുണ്ടാവും? ആ കുട്ടിക്കുള്ള ഒരു അങ്കലാപ്പ് ആലോചിക്കണം. പെട്ടെന്ന് അതിൻ്റെ സുരക്ഷിതത്വവും അതിൻ്റെ ഒക്കെ നിന്ന് പോയ പോലെ വലിച്ചെറിഞ്ഞ ഒരു ജീവിതമായിരുന്നു ശരിക്കും എനിക്കത് പെട്ടെന്ന്. അപ്പം ക്രിസ്ത്യൻ കോളേജ് പോലത്തെ ഒരു കോളേജ്, അപ്പോൾ അതിനകത്ത് വരുമ്പം ടീച്ചർ നല്ല അധ്യാപകരാണ്. പക്ഷേ എനിക്ക് ക്ലാസ്സിലിരിക്കാനും അവിടുന്ന് പഠിക്കാനും ഒന്നും എന്തോ മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കഴിയുന്നത്ര എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ലീവ് എടുത്ത് പോകും. എന്നിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മയുടെ വീടായിരുന്നു എൻ്റെ അഭയം എക്കാലവും. അപ്പോൾ അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. പിന്നെ അച്ഛന് ഈ തളർവാദവും കൂടെ വന്നതോടുകൂടി അച്ഛൻ്റെ ജീവിതം തന്നെ വളരെ മോശമായ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ കുറേ എന്താ പറയുന്നത്, ഇഷ്ടംപോലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇഷ്ടംപോലെ സമൃദ്ധിയിൽ അമ്മ വളർന്നു. അച്ഛനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിലെ ഇതുകൊണ്ടും ഇവരുടെ പിടിപ്പുകേട് കൊണ്ടൊക്കെ ഭൂമി ഇങ്ങനെ വിറ്റ് പോവുക ചെയ്തത്. കൂതറളത്താണെങ്കിൽ അച്ഛൻ്റെ ഏട്ടനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതിനു മുമ്പ് അദ്ദേഹത്തെ പിടികിട്ടാത്തത് കൊണ്ട് നമ്മുടെ സ്വത്ത് കണ്ടുകെട്ടും എന്ന് ഒരു ഇത് വന്നു. അപ്പോൾ മുത്തശ്ശന് പേടിയായി. മക്കൾ 8 പേരുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ എന്ത് ചെയ്തു, കിട്ടുന്ന വിലയ്ക്ക് കുറേശ്ശെ ഭൂമി നാട്ടിൽ കൂത്താട്ടുകുളത്ത് വിറ്റിട്ട് അതിന് കൊച്ചി സംസ്ഥാനത്ത് വന്നിട്ട് സ്ഥലം മേടിച്ചു. അങ്ങനെയാണ് ചാലക്കുടിയിൽ വന്നിട്ട് വെള്ളിക്കുളങ്ങര ആ ഭാഗത്ത് കുറേ വയലുകളും കുറേ മലകളും ഒക്കെ എൻ്റെ മുത്തശ്ശൻ മേടിച്ചു കൂട്ടിയത്. കാരണം ആ വീട് വാങ്ങാൻ പോലും വന്നൊരാളില്ല ആ നാട്ടിൽ. അതാണ് അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടേക്ക് അങ്ങനെ തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വെള്ളിക്കുളങ്ങര ഭാഗത്ത് ഏറ്റവും അധികം പൈസയും കൊണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലി നമ്മുടെ ഫാമിലി, ഏത് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ശരിക്കും എൻ്റെ അച്ഛനൊക്കെ വരണത്. പക്ഷേ പിന്നീട് അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവിച്ച രീതിയൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും ഞാനിപ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛൻ താമസിക്കുമ്പോൾ, പുതിയ വീട്ടിൽ, അത് ചെറിയൊരു വീടാണ്, പഴയ വീടാണെങ്കിലും സൗകര്യങ്ങളുള്ളൊരു വീടാണ്. അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു വീട്ടിലും താമസിക്കുന്ന ഒരാളല്ലല്ലോ. മക്കളായിട്ട് പോലും നമുക്കും ഒരു വലിയൊരു അവസ്ഥയിൽ നിന്ന് വലിയൊരു വീടൊന്നും ഉണ്ടാക്കി എൻ്റെ അച്ഛനെയും താമസിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ദുഃഖിക്കാറുണ്ടായിരുന്നു. പുസ്തകം മാത്രം, ജീവിതം അതുമാത്രം വാങ്ങുക, അതുമാത്രം വായിക്കുക, അതിങ്ങനെ അതിനുവേണ്ടി അലമാര വാങ്ങുക, അത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മളെ കട്ടിലൊക്കെ അവസാനം മാറ്റുകയാണ് അലമാര ഇടാൻ വേണ്ടിയിട്ട്. കട്ടിൽ തട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മരവും കൂടി അലമാര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ അന്നത് ഞങ്ങൾ വളരെ വലിയൊരു കാര്യമായിട്ട് കരുതിയെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു വട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പത്തിൻ്റെയോ ഭ്രമത്തിൻ്റെയോ ഒക്കെ ഒരു കാഴ്ചയായിരുന്നു എൻ്റെ ജീവിതം എന്ന് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അന്നത് വളരെ വില പിടിച്ച ഒന്നായിട്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ കൊണ്ടുനടന്നായിരുന്നു അത്. എൻ്റെ ഭർത്താവിൻ്റെ അങ്ങനെയുള്ള എല്ലാ കമ്പങ്ങളുടെയും
താല്പര്യങ്ങളുടെ ഒക്കെ പിന്നിൽ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നിന്ന് അതിനെ ഏറ്റവും നോബിളായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കുട്ടികളോടും ഞാൻ പുസ്തകങ്ങൾ വാങ്ങും, ഇഷ്ടംപോലെ ബുക്സ് വാങ്ങും, വായിക്കും. ഭർത്താവ് അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നൂൺ നല്ലൊരു വായനക്കാരനാണ്. വായനക്കാരൻ മാത്രമല്ല, വലിയൊരു പുസ്തകത്തിൻ്റെ ലൈബ്രറിയുടെ ഉടമ കൂടി. അല്ല, അങ്ങനത്തെ ഒക്കെ ഒരു ജീവിതം. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് എപ്പോഴും ഖേദിക്കുമായിരുന്നു. എൻ്റെ യൗവനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഈ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് ആരുമല്ലാതായിപ്പോയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ അമ്മായിയുടെ കൂടെ, അച്ഛൻ്റെ അനുജൻ്റെ വീട് വിട്ടിട്ട് എൻ്റെ അമ്മായിയുടെ കൂടെ ഞാൻ താമസിച്ചു, അച്ഛൻ്റെ പെങ്ങളുടെ കൂടെ. അവിടെ എനിക്ക് അമ്മായി അവരുടെ മകളെക്കാളേറെ സ്ഥാനം എനിക്ക് തന്നു. ഞാൻ സ്നേഹം എന്നല്ല പറയണത്, സ്നേഹവും തന്നു, എനിക്കൊരു സ്ഥാനം തന്നു ആ വീട്ടിൽ. അവരുടെ ഒരു മൂത്ത മകളെ പോലെ വളരാൻ എനിക്ക് സാധിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ജോലികളും ചെയ്യും, രാവിലെ വീട്ടിലെ ജോലികൾ ചെയ്യും. അതുകൂടാതെ അവിടെ പശുവിനെ കറക്കാൻ ഞാനും അമ്മായിയും കൂടെ പോവും. എല്ലാവർക്കും കൃഷിയോട് താല്പര്യമായതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം സ്ഥലമുണ്ട്, 3-4 ഏക്കറോളം സ്ഥലമുണ്ട് അമ്മായിക്ക് ഇവിടെ കോഴിക്കോട് നഗരത്തിൽ. കാരണം അവരൊക്കെ ഈ സ്ഥലം വാങ്ങി ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണല്ലോ, കൃഷിക്കാരുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ജീവിതങ്ങൾ. കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് അവസാനം ഞാൻ പാസ്സായി, 2nd ക്ലാസ്സോടെയാണ് പാസ്സായി. അപ്പോൾ മെഡിസിൻ എന്ന് വിചാരിച്ചവർക്കൊക്കെ ഭയങ്കര നിരാശയായി, അച്ഛനൊക്കെ ദേഷ്യമായി. അപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞു, ഏതായാലും BSc ചേർന്നു, ഒരു ട്യൂട്ടോറിയൽ കോളേജിലെങ്കിലും പഠിപ്പിക്കാൻ, വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇനി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കേണ്ട. അങ്ങനെ ഞാൻ പ്രൊവിഡൻസിൽ പോയപ്പോൾ സീറ്റ് കിട്ടാൻ എളുപ്പം കെമിസ്ട്രി ആണെന്ന് ആരോ പറഞ്ഞു. എനിക്ക് മാർക്ക് കുറവാണല്ലോ, ഞാൻ വേഗം അവിടെ കെമിസ്ട്രിക്ക് ചേർന്നു. എനിക്കിഷ്ടമല്ല വാസ്തവത്തിൽ കെമിസ്ട്രി. ഇഷ്ടം എനിക്ക് ഫിസിക്സ് ഇഷ്ടമായിരുന്നു, മാത്സ് ഇഷ്ടമായിരുന്നു. എന്തായാലും അവിടെ കെമിസ്ട്രിക്ക് ചേർന്നു. അവിടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. മിസ് മീനാക്ഷിക്കുട്ടി എൻ്റെ ട്യൂട്ടറായിരുന്നു. എനിക്ക് മറക്കാൻ കഴിയില്ല മിസ്സിനൊന്നും. അവിടുത്തെ ടീച്ചേഴ്സിനെ, സിസ്റ്റേഴ്സിനെ, അവരൊക്കെ എന്നെ ശരിക്കും എൻ്റെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെ സ്നേഹിച്ച പോലെ എന്നെ അവർ നന്നായിട്ട് സ്നേഹിച്ചു എന്നുള്ളതാണ്. എനിക്കതുകൊണ്ട് ആ സ്ഥാപനമൊക്കെ എന്നെ മാറ്റിയെടുത്തതിൽ വലിയ പങ്കുണ്ട്, എൻ്റെ സ്കൂളുകൾ പോലെ തന്നെ ഈ സ്ഥാപനങ്ങൾക്ക്. അങ്ങനെ അവിടെ ഞാൻ വീണ്ടും നാടകത്തിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയൊക്കെ നാടകത്തിൽ അഭിനയിക്കുകയും എന്ത് പ്രസംഗത്തിനുണ്ടെങ്കിലും സിസ്റ്റർ പറഞ്ഞയക്കും. എന്തോ പൊട്ടഭാഗ്യം കൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. പ്രോവിഡൻസ്. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഞാനൊന്ന് ഉണർന്നു ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് വായിക്കാനും പഠിക്കാനും, പിന്നെ അമ്മായിയുടെ കൂടെയുള്ള താമസം. എൻ്റെ അമ്മായിയല്ലേ, അച്ഛൻ്റെ പെങ്ങളാണല്ലോ. അപ്പോൾ അവരുടെ കൂടെയുള്ള താമസം, അവിടുത്തെ എല്ലാ കാര്യവും ഞാൻ നോക്കും. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കും. കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. 3-4 ഏക്കർ സ്ഥലം ഇങ്ങനെ മുകളിലേക്ക് കിടക്കുകയാണ്, തെങ്ങുന്തോപ്പ്. ഒരു മനുഷ്യജീവിയില്ല ഇതിൻ്റെ അടുത്തൊന്നും. കോഴിക്കോട് എവിടെയായിരുന്നത്? കോഴിക്കോട് കുന്നമംഗലത്ത് ആനപ്പാറ എന്നുള്ള സ്ഥലത്ത്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോഴേക്കും അമ്മായിയുടെ മക്കളെയൊക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി ഒക്കെ ഇതിനെ അടിച്ചിരുത്തി പഠിപ്പിക്കും, അവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഞാനും അവരും കൂടി പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഓടാണ്. മുക്കം ഓട്ടോ സർവീസ് ഒരു ഇതുണ്ട്. അന്ന് KSRTCയിൽ കുറേ ബസ്സും പുതിയ കുറേ കണ്ടക്ടർമാരും വന്നു. അപ്പോൾ അതിലൊരു KSRTC ബസ് പ്രൊവിഡൻസ് വഴി ഓടാൻ തുടങ്ങി. ചെറുപ്പക്കാരനായ ഒരു കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ഞാനാണ് അന്നത്തെ ലീഡർ, നമുക്ക് എന്തുകൊണ്ട് തെക്കൊക്കെ ലേഡീസ് ഓൺലി ബസ് ഉണ്ട്, നമുക്ക് മലബാറിൽ ഒരു ലേഡീസ് ഓൺലി കൊണ്ടുവരാൻ പറ്റും, കുട്ടി ഒന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എന്താ വേണ്ടേ? ഒരു KSRTCയിൽ സ്റ്റാൻഡിൽ പോവുക. അവിടുത്തെ ഒരു ഓഫീസറുടെ മുറിയൊക്കെ പറഞ്ഞു തന്നു. അയാളുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് പോലും സത്യത്തിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ പറഞ്ഞു കുട്ടികളോടൊക്കെ, നമുക്ക് പോവല്ലേ എന്ന്. അങ്ങനെ മുക്കത്തുനിന്ന് വരുന്ന ബസ്സിൽ എല്ലാവരോടും വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. നമ്മൾ സമരയ്ക്കാൻ പോവുകയാണ്. യാത്രക്കാരോട് പറഞ്ഞു, ഈ ബസ് ഇത് മുക്കത്ത് കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങൾ പിടിച്ചിടും കോളേജിൽ, എന്നിട്ടേ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ ഡിപ്പോയിലേക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ബസ് അവിടെ പിടിച്ചിട്ടു, ഗേറ്റ് പൂട്ടി. യാത്രക്കാരൊക്കെ നേരത്തെ ഇറക്കിയല്ലോ. അപ്പോൾ സിസ്റ്ററോടൊക്കെ ആലോചിച്ച് എന്താ വേണ്ടേ. ആർട്സിലൊക്കെ കുട്ടികളൊക്കെ ഈ ബെഞ്ചും ഇരിക്കുള്ളൂ, ക്ലാസ് കയറുള്ളൂ. അവരെല്ലാം ചാടി ബസ് കയറി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. അവിടെ ചെന്ന് നമ്മൾ അവിടെ ഇരുന്ന് കുത്തിയിട്ട് ഞാൻ മുദ്രാവാക്യമൊക്കെ വിളിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാവരും വിളിച്ചു, നമുക്ക് ലേഡീസ് ഓൺലി ബസ് ഞങ്ങൾക്ക് വേണം എന്നാണ് നമ്മുടെ ഡിമാൻഡ്. നിവേദനം കൊടുക്കണമെന്നൊന്നും അന്ന് അറിയില്ലപ്പാ, പറഞ്ഞു തരണ്ടേ. അങ്ങനെ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഇത് കേൾക്കാനില്ല, വീണ്ടും പോയി. അങ്ങനെ 2 പ്രാവശ്യം നമ്മളെല്ലാവരും കൂടി അവിടെ പോയി സമരമൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സമരത്തിൽ ഇവർ അയച്ചിരുന്നു. അപ്പോൾ അത് ഗുണമായി നമുക്ക്. അങ്ങനെ ആ ബസ്സൊക്കെ വന്നപ്പോഴേക്കും നാട്ടുകാരെല്ലാം കൂടി ഭയങ്കര മാലയും പൂവൊക്കെ സ്വീകരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ബസ് ആദ്യമായിട്ട് ലേഡീസ് ഓൺലി ബസ് മലബാറിൽ ഓടിയത്. അപ്പം അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീനെ അംഗീകരിക്കുന്ന ഒരു കോളേജായിരുന്നു അതായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുക, വേറെ വല്ല കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവർ സമ്മതിക്കില്ലായിരിക്കും. സിസ്റ്റർ എന്നോടൊരു വാക്ക് പറഞ്ഞു, ബീന ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞു. നമ്മുടെ കോളേജിന് ഒരു ചീത്തപ്പേരും ഉണ്ടാവരുത്, യുവർ ഓൾ ഗേൾസ് റിമെമ്പർ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2ാമത് സമരം ചെയ്യുമ്പോൾ ആരോ പറഞ്ഞു പത്രക്കാർ വരുന്നുണ്ടെന്ന് ആരോ വന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, വേഗം നമുക്ക് വേഗം സ്ഥലം വിടാം. അന്നൊക്കെ പ്രൊവിഡൻസ് കോളേജിലെ കുട്ടികൾ സമരം ചെയ്തു എന്ന് പറയുന്നത് ഒരു മോശമായിരുന്നു. ഒരു SFI രാഷ്ട്രീയം, അതിനകത്തൊരു ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. നമുക്കത് സാധിച്ചൊരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട്. അന്ന് CP ജോൺ, ഇപ്പോഴത്തെ മന്ത്രി KV കുഞ്ഞിരാമൻ, ദാമോദരൻ, ദേവിയെടുത്തി, രാധ, ഇവരൊക്കെയാണ് അന്ന് നമുക്ക് സഹായിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കാൻ വരും. അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ ഒരു കശുമാവും കൂട്ടമുണ്ട്,
ആ കശുമാവും കൂട്ടത്തിൽ നമ്മളെല്ലാവരും നിലത്തിരിക്കും, എല്ലാവരും കൂടി. ക്ലാസ്സുകൾ എന്താണെന്നൊന്നും എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ. അങ്ങനെയൊക്കെ നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കി എല്ലാവരെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പല പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല എന്നായിരുന്നു. താല്പര്യമില്ലായിരുന്നു അന്ന്? താല്പര്യമില്ല. എന്നുവെച്ചാൽ എനിക്ക് രാഷ്ട്രീയത്തോടല്ല താല്പര്യമില്ലാത്തത്, ഞാൻ രാഷ്ട്രീയ രംഗത്ത് പോയിട്ടുണ്ടായിരുന്ന തിക്താനുഭവങ്ങൾ. കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും അസുഖമുള്ള മനുഷ്യനാണ്, അമ്മയ്ക്ക് അസുഖമുണ്ട്, സാമ്പത്തികമായിട്ട് നമ്മൾ എവിടെയും തകർന്ന് പോവുകയാണ്. നമ്മുടെ പണിക്കാർ പോലും നമ്മുടെ പറമ്പ് വാങ്ങി നല്ല നല്ല വീടുകൾ ഉണ്ടാക്കുമ്പോൾ തൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് മാത്രമേ എൻ്റെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീട് തൽക്കാലത്തേക്കെന്ന്. കാരണം തറവാട് വിറ്റ് പോകേണ്ടി വന്നു, ഈ വെള്ളിക്കുളങ്ങര വാങ്ങിച്ച സ്ഥലവും വിൽക്കേണ്ടി വന്നു. അവസാനം ആ നല്ല വീടും എല്ലാ സൗകര്യവും അതൊക്കെ വിറ്റ് പോകേണ്ടി വന്നു. നമ്മൾ റോഡ് സൈഡിലൊരു വീട്ടിൽ. പക്ഷേ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ അനുജന് വേണ്ടിയിട്ട് ആ വീട് മേടിച്ചു. അച്ഛൻ്റെ അനിയൻ ജോലിക്കാരനായിരുന്നു, ആർട്ട് ടീച്ചറായിരുന്നു FACTയിൽ, ചോളമണ്ഡലം കോളേജ് ഓഫ് ഫിനാർട്സില്ലേ, ഫൈൻ ആർട്സിൽ പഠിച്ച ആളാണ്. MV ദേവൻ്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആണ്. KCS പണിക്കർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി കഴിവുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. അപ്പോൾ അവരൊക്കെ തന്നെ ഇതുപോലെ പഠിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് വീട്ടിലെ ഏട്ടന്മാരെന്ന് അറിഞ്ഞ് അവരുടെ പുസ്തകമൊക്കെ റീഡ് ചെയ്ത് കൊണ്ടുപോകും. പരീക്ഷയുടെ മുമ്പ് SLCക്ക് പെന്നടക്കം കൊണ്ടുപോയിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പുസ്തകം ഇല്ലാതെ ആരാണ്ട് വീട്ടിലൊക്കെ പോയിരുന്നു പഠിച്ചിട്ടൊക്കെയാണ് ചെറിയച്ഛൻ പരീക്ഷ. ഞാൻ പറയാം, അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പോൾ തൽക്കാലത്തേക്ക് തറവാട് വിറ്റപ്പോൾ അച്ഛനൊരു വീട്, തറവാട് അച്ഛനെന്നായിരുന്നു വെപ്പ്, ഒരു വീട് മേടിക്കുന്ന വരെ അവിടെ മല എന്ന് പറഞ്ഞാൽ അന്നൊരു 58 ഏക്കർ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മല പോലെ. അതിനോട് ചേർന്ന് നിറയെ പാടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പല പല കാലത്തായിട്ടൊക്കെ വിറ്റ് പോയി. അവിടെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയ ഒരു വീട്ടിൽ എൻ്റെ അച്ഛൻ കിടന്ന് മരിച്ചു എന്നുള്ളത്. ആ അച്ഛൻ്റെ വീട് അതൊന്നും ഒരാളും വിശ്വസിക്കില്ല വന്ന് കണ്ടാൽ. ഇത് ഫിലിപ്പേട്ടൻ്റെ വീടാണോ വെച്ചാൽ ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു വീടല്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറേ എന്താ പറയുക ജീവിതത്തിൽ കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി ഒരു തലമുറയും കൂടി, അപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ടു, അച്ഛൻ്റെ തലമുറ കഷ്ടപ്പെട്ടു, ഇനിയൊരു തലമുറയും കൂടി രാഷ്ട്രീയത്തിൽ പോയിട്ട് കഷ്ടപ്പെടില്ല എന്നുള്ള ഒറ്റ തോന്നലുകൊണ്ടാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് കയറി അതിനകത്തുനിന്ന്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ത്യാഗം മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നാൽ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇടതുപക്ഷമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തന്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കയ്യൂപ്പിൽ. അവരോടൊപ്പം സിത്താര. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൂപ്പിൽ കേൾക്കാം. കയ്യൊപ്പ്.